ഫുട്ബോളിൽ ഒരു നമ്പർ മാത്രമല്ല, ഒരു പാരമ്പര്യമാണ്, ഒരു ഉത്തരവാദിത്തമാണ്, ഒരു അഭിമാനമാണ്. ജേഴ്സി നമ്പർ 10. സുഹൃത്തുക്കളെ, ലോക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന ജേഴ്സി നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേയുള്ളൂ: ജേഴ്സി നമ്പർ 10. എന്നാൽ എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസങ്ങൾ ഈ നമ്പർ അണിഞ്ഞത്? എന്തുകൊണ്ടാണ് ഇന്നും ഓരോ രാജ്യത്തിനും ജേഴ്സി നമ്പർ 10 ധരിക്കുന്ന താരത്തിന് പ്രത്യേക ബഹുമാനം ലഭിക്കുന്നത്? അതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഫുട്ബോളിൻ്റെ ആദ്യകാലങ്ങളിൽ ജേഴ്സി നമ്പറുകൾ സ്ഥാനമനുസരിച്ചായിരുന്നു നൽകിയിരുന്നത്. അന്ന് നമ്പർ 10 സാധാരണയായി ടീമിൻ്റെ പ്രധാന പ്ലേ മേക്കർ, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ടീമിൻ്റെ കളി നിയന്ത്രിക്കുന്ന താരത്തിനായിരുന്നു. അതായത് ഗോൾ മാത്രം നേടുന്ന ആളല്ല, കളിയുടെ താളം തീരുമാനിക്കുന്ന മസ്തിഷ്കം. കാലം മാറി, എന്നാൽ ജേഴ്സി നമ്പർ 10ൻ്റെ മഹത്വം മാറിയില്ല. കാരണം ഈ നമ്പർ ധരിച്ചത് സാധാരണ താരങ്ങളില്ല, ഫുട്ബോളിൻ്റെ ചരിത്രം തന്നെ മാറ്റിയെഴുതിയ ഇതിഹാസങ്ങളാണ്. പെലെ, ലോകം കണ്ട ഏറ്റവും മഹാന്മാരിൽ ഒരാൾ, ബ്രസീലിനെ ലോകകപ്പ് കിരീടങ്ങളിലേക്ക് നയിച്ച ഇതിഹാസം. ശേഷം ഡിയാഗോ മറഡോണ, 1986 ലോകകപ്പിൽ അർജന്റീനയെ ഒറ്റയ്ക്ക് ചുമലിലേറ്റി കിരീടത്തിലെത്തിച്ച മനുഷ്യൻ. ഇന്ന് പോലും ജേഴ്സി നമ്പർ 10 എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് മറഡോണയുടെ മുഖമാണ്. പിന്നീട് സിനദിൻ സിദാൻ, ഫ്രാൻസിൻ്റെ സൗന്ദര്യമായിരുന്ന ഫുട്ബോളിൻ്റെ പ്രതീകം. വലിയ മത്സരങ്ങളിൽ സമ്മർദ്ദത്തെ ചിരിച്ചുകൊണ്ട് നേരിട്ട നായകൻ. അതിന് ശേഷം ലോകത്തെ വിസ്മയിപ്പിച്ച മറ്റൊരു 10ാം നമ്പറുകാരൻ, പേര് ലിയണൽ ആൻഡ്രോസ് മെസ്സി. ലോകകപ്പും കോപ്പ അമേരിക്കയും ബാലൻഡിയോറുകളും എണ്ണമറ്റ റെക്കോർഡുകളും. ഇന്ന് ജേഴ്സി നമ്പർ 10 എന്ന് പറഞ്ഞാൽ പുതിയ തലമുറ ആദ്യം ഓർക്കുന്നത് മെസ്സിയെയാണ്. എന്നാൽ ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല. ക്രൊയേഷ്യയുടെ ലൂക്ക മോഡ്രിച്ച് വർഷങ്ങളോളം നമ്പർ 10 അണിഞ്ഞ് ടീമിനെ നയിച്ചു. പോർച്ചുഗലിൻ്റെ ബെർണാഡോ സിൽവ നമ്പർ 10 ധരിച്ച് തൻ്റെ സൃഷ്ടിപരമായ കളി കൊണ്ട് ആരാധകരെ വിസ്മയിപ്പിക്കുന്നു. പല ദേശീയ ടീമുകളിലും നമ്പർ 10 ഇപ്പോഴും ടീമിൻ്റെ ഏറ്റവും ക്രിയേറ്റീവ് താരത്തിനാണ് നൽകുന്നത്. കാരണം ഈ നമ്പർ ധരിക്കുന്നവനിൽ നിന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രം: മത്സരത്തിൻ്റെ വിധി മാറ്റുന്ന മാജിക്. അതുകൊണ്ടാണ് നമ്പർ 10 ധരിക്കുന്ന താരത്തിന് മറ്റുള്ളവരെക്കാൾ കൂടുതൽ സമ്മർദ്ദവും ഉണ്ടാകുന്നത്. ഒരു പാസ്, ഒരു ട്രിബിൾ, ഒരു ഫ്രീ കിക്ക്, ഒരു അസിസ്റ്റ്, ഒരു ഗോൾ. നിർണായക നിമിഷത്തിൽ ടീമിനെ രക്ഷിക്കണം എന്ന പ്രതീക്ഷ മുഴുവൻ അവൻ്റെ ചുമലിലായിരിക്കും. ഫുട്ബോളിൽ 7ാം നമ്പറിനും 9ാം നമ്പറിനും വലിയ ചരിത്രമുണ്ട്. പക്ഷേ 10ാം നമ്പറിന് ഒരു പ്രത്യേക വികാരമുണ്ട്. അത് ഒരു ജേഴ്സി നമ്പർ മാത്രമല്ല, ഒരു പാരമ്പര്യമാണ്. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറപ്പെടുന്ന വിശ്വാസത്തിൻ്റെ പ്രതീക്ഷയാണ്. അതുകൊണ്ടാണ് ഓരോ ലോകകപ്പ് തുടങ്ങുമ്പോൾ ആരാധകർ ആദ്യം നോക്കുന്നത് ഈ ടീമിൻ്റെ 10ാം നമ്പർ ജേഴ്സി അവകാശി ആരാണ് എന്ന ചോദ്യമാണ്. കാരണം ആ താരത്തിൽ നിന്നാണ് മാജിക് പ്രതീക്ഷിക്കുന്നത്. ഭാവിയിൽ ഈ പാരമ്പര്യം ആരാണ് മുന്നോട്ട് കൊണ്ടുപോകുക? യമാലോ, ഗിൽബർട്ടോ, മോറയോ, മറ്റുള്ള യുവ സൂപ്പർ താരങ്ങളോ? അതോ ഇനിയും ലോകം കാണാത്ത മറ്റൊരു ഇതിഹാസമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച 10ാം നമ്പർ ആരാണ്? പെലെ, മറഡോണ, സിദാൻ, മെസ്സി അല്ലെങ്കിൽ മറ്റാരെങ്കിലും? നിങ്ങളുടെ ഉത്തരം കമൻറ്റിൽ എഴുതൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.